നിന്തിരുമുഖത്തു തുപ്പി നിന്ന ചെയ്തു തൊഴുതയ്യോ ജന്തുവാടിങ്ങനെ കഷ്ടം ചെയ്യുമോ പുത്ര. പറഞ്ഞ് കുര്യാക്കോസിന് വട്ടാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം വരെ നടന്നു. എന്നിട്ട് എന്തായി? ചാലക്കുടിക്കാർക്ക് ഒരു വിരോധമില്ലല്ലോ. എന്താ കാര്യം? അവര് കുടുംബക്കാരാ. അതുകൊണ്ടാണല്ലോ പെണ്ണ് കാണാൻ ഇന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ അവര് പറഞ്ഞത്. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങ എന്റെ അമ്മച്ചി. കർത്താവാണ് ഇതെന്റെ ഒടുക്കത്തെ പെണ്ണ് കാണല. ഇന്ന് എന്തെങ്കിലും ഇടങ്കോലുണ്ടായ പിന്നെ കർത്താവ് പോയി പെണ്ണ് കെട്ടാന്നല്ലാണ്ട് കുര്യാക്കോസിനെ ഈ പണിക്ക് കിട്ടില്ല. അതുറപ്പാ. ഒന്നോർത്താ അന്ന് ആ കുറവലങ്ങാട്ടെ പെണ്ണ് കാണൽ മുടങ്ങിയത് ഈ മഹാഭാഗ്യ കയറി വരാനാ. ചാലക്കുടി ഒരു പെണ്ണ്, അതാ കർത്താവ് കുര്യാക്കോസിനെ തീരുമാനിച്ചത്. നല്ല പൊന്നിന്റെ നിറം, പൊന്നുപോലത്തെ സ്വഭാവം, പൊന്നിനകത്ത് പുതിയാനുള്ള സ്വത്ത്. ഇത് നടക്കും, അതുറപ്പാ. ഈ കല്യാണം നടക്കുന്ന എനിക്ക് ഏതാണ്ട് ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു മണ അടിക്കുന്നുണ്ട്. പിന്നെ പ്രായത്തിന്റെ കാര്യമൊക്കെ അവരോട് പറയാൻ മറന്നിട്ടില്ലല്ലോ കൊച്ചുകുട്ടിച്ചായ. ഇത്തവണ പ്രായത്തിരി കൂട്ടി തന്നെയാ പറഞ്ഞിരിക്കുന്നേ. 55 വയസ്സ്. അപ്പൊ പെണ്ണിന്റെ അമ്മൂമ്മ തള്ളയുടെ രണ്ടാം കെട്ടിനെ നമ്മൾ പോണേ? അയ്യേ, നല്ലൊരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോ കഴുതഭാഷ പറയാതിന്റെ കുര്യാക്കോസെ. കുര്യാക്കോസിന്റെ ഫോട്ടോ വാങ്ങിച്ചു നോക്കിയ പെങ്കൊച്ച് ഈ നിമിഷം വരെ അത് കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല. അതാ സ്ഥിതി. ആ കൈയൊന്ന് പൊക്കി. എന്താ വൈകണ്ട? പെണ്ണിന് കുര്യാക്കോസിനെ മതിന്നൊരൊറ്റ വാശിയ. ഇത് നടക്കുമെന്നുള്ള 3 തരമാ. ഒരു തർക്കവുമില്ല. ഞാൻ പോയി വരാം അമ്മച്ചി. ഏത് കഴിവേരുടെ മോനാ ഈ കുന്തെടുത്ത് അതിന്റെ മണ്ടക്ക് കയറ്റി വെച്ചത്? എനിക്കൊരു പെണ്ണും വേണ്ട, പെടക്കോഴിയും വേണ്ട. കുറവിലങ്ങാട്ട പെണ്ണ് കെന്റി ചാടി ചത്തണമെങ്കിലേ ചാലക്കുടിയിലെ പെണ്ണ് ചാലക്കുടി പുഴ ചാടി ചാവട്ടെ. പെണ്ണ് കെട്ടാണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. ഇന്നലെയും തുടങ്ങിയതല്ലോ ഈ കല്യാണാലോചന. മാറിക്കൂടെ മാപ്പിളെ. എങ്ങോട്ടാ വരണ്ടേന്ന് വെച്ചാ പറഞ്ഞാ മതി. ബാംഗ്ലൂരെങ്കിൽ ബാംഗ്ലൂര്, അതല്ല വെസ്റ്റ് ജർമ്മനി ആണെങ്കിൽ വെസ്റ്റ് ജർമ്മനിലേക്ക്. ഇത് ചാലക്കുടിന്നാ, പെണ്ണിന്റെ വീട്ടിൽ നിന്ന്. അമ്മാവനാ. അമ്മാവനോ? അതെ. നിങ്ങൾ പുറപ്പെട്ടോ? ഇല്ല. പോരുമ്പഴേ ഇരുമ്പുപാലം വഴി വരണ്ട. ആ വഴി ബ്ലോക്ക് ആയിരിക്കുക. ബൈപ്പാസ് വഴി വന്നാ മതി. ഇരുമ്പ് പാലത്തിൽ കൂടി വരണില്ല അമ്മാവ. ബൈപ്പാസ് വഴി തന്നെ വന്നോളാം. താങ്ക് യു. ഇനി ഇത് തൊട്ടുപോകരുത്. എല്ലാം ശരിയായിട്ടുണ്ട്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ട് വരാം അമ്മച്ചി. കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു യോഗാണ്. എന്താണോ കുര്യാക്കോസ് ഇത്? രാവിലെ മുതൽക്ക് വിളിക്കുക. ഇവിടുത്തെ ഫോൺ എന്താ ചത്തുവോ? ഫോൺ കറക്കി കറക്കി വിരൽ രണ്ടെണ്ണം പോയി. വിമാനം പുറപ്പെടാൻ 20 മിനിറ്റേ ഉള്ളൂ. കുര്യാക്കോസ് പുറപ്പെട്ടു എന്ന് വെച്ച് കുട്ടൻ അവിടെ കിടന്ന് വല്ലാത്ത ബഹളം. നിൽക്കാനും ഇരിക്കാനും വർത്താനം പറയാനും സമയമില്ല. വേഗം. ഞാനൊരു അത്യാവശ്യം. ഇതിന്റെ അപ്പുറത്ത് എന്താ അത്യാവശ്യമാണോ? അല്ലാതെ ഒന്ന് വിടോ അവിടുന്ന്. ആഹാ, വെറുതെ തോണ്ടല്ലേ നേരില്ലാത്തോടത്ത്. ആഹാ, വേഗം. സ്റ്റോപ്പ് പണ്ണുങ്ക. തൊട്ടുകൊടേ. ഇങ്ങ എത്തിപ്പോയല്ലോ. തനിക്കെന്താടോ പെണ്ണ് കാണാൻ ഒരുങ്ങി ഇറങ്ങിയ പോലെ ഒരു മിനുക്കം? മിനുങ്ങും. പെണ്ണ് കാണാനല്ല, പെണ്ണ് കെട്ടാൻ തന്നെ തീരുമാനിച്ചാ ഇറങ്ങിയിരിക്കണേ. മക്കളെ സഹിതം ഒരു മമ്മിയെ ഈ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇനിയിപ്പൊ അങ്ങനെ നല്ല വിളവോടെ നോക്കുന്നതാ തനിക്ക് നല്ലത്. തന്റെ കാര്യം താൻ നോക്ക്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ എന്തിനെങ്ങനെ ചൂടാകുന്നത്? അല്ല, ഈ ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ തനിക്ക് എന്താണോ കുര്യാക്കോസേ? ഓ, ബാംഗ്ലൂർക്ക് വരുമ്പോ എനിക്ക് എന്താണെന്ന് ഇവിടെ ചിലർക്കൊക്കെയാണല്ലോ ശരിക്കറിയാവുന്നത്. കുര്യാക്കോസിന് വട്ടാണെന്നും നെല്ലിക്കാത്തളം വെക്കണമെന്നും നാട്ടിലേക്ക് വിളിച്ചു പറയണ ചില ഒറ്റച്ചാൻ അച്ചായന്മാര് ഇവിടെ ഉണ്ട്. അതും എനിക്കറിയാം.
ഓ ഇയാള് പറയുന്ന കാര്യമൊക്കെ ഇപ്പൊ മനസ്സിലായി. താനല്ലാതെ വേറെ ആരെങ്കിലും ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കോളൂ? അന്നത്തെ പെണ്ണിന്റെ കാര്യമൊക്കെ പിന്നീട് പറയാന്ന് പറഞ്ഞ് ഞാൻ കണ്ണിറുക്കി കാണിച്ചിട്ട് താൻ വകവച്ചില്ലല്ലോ. അങ്ങനെ നല്ല ഉദ്ദേശമുള്ള കണ്ണിറുക്കൊന്നും ഞാൻ കണ്ടില്ല. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരു പെണ്ണ് കാണാൻ പറ്റാത്ത താൻ ആരെങ്കിലും കണ്ണിറുക്കി കാണിച്ചാൽ എങ്ങനെയാ കാണുക? ദേ കുരുട്ടടക്കേ ഇടിച്ച് ഞാൻ നീട്ടിക്കളയും. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഇരിക്കു വട്ട. ആ കളയടോ, തന്നോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വാ. അന്ന് താങ്കളുടെ പെണ്ണില്ലേ, അത് ഞാൻ വെറുതെ ഒന്ന് അപ്പോയിന്റ് ചെയ്താ സ്കൂൾ തുറക്കുന്നവരെ. പക്ഷെ അതിപ്പോ വലിയൊരു അക്കടിയായി മാറിയെന്നൊരു സംശയം. ഇന്നലെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ ഒരു ടീച്ചർ വന്നിട്ടുണ്ട്. ആദ്യം അവരെ ഒന്ന് ഓടിക്കണം. അതിനു മുമ്പ് അവരൊരു ഫോട്ടോ എടുപ്പിച്ചിരുന്നു ഇന്നലെ, ഒരു ഫാമിലി ഫോട്ടോ. അത് വെച്ച് ആ പെണ്ണിനെ വല്ല ബ്ലാക്ക് മെയിലും ചെയ്യുമെന്നാണ് എന്റെ ഭയം. ആദ്യം ആ ഫോട്ടോയുടെ നെഗറ്റീവും പ്രിന്റും കൈക്കലാക്കണം. താമ്പാ, ഞാൻ പോരാ. കണ്ട കടുവേടിയും പുലിയുടെയും ഒക്കെ വാല് പിടിച്ച് കക്ഷത്തി വെച്ചിട്ട് ഇപ്പൊ കിടന്ന് നെട്ടോട്ടോടുക. മറ്റുള്ളവർക്ക് സ്വയം തരില്ല. അവനൊരു കാര്യം നടത്താനും സമ്മതിക്കില്ല. ഇതാ പറയണത്, വക്കീലിനോടും വൈദ്യനോടും വൈഫിനോടും കുര്യാക്കോസിനോടും കണ്ണിറുക്കി കാണിക്കരുന്ന്. അതിപ്പോ മനസ്സിലായി കാണും. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കളി കാര്യായെന്നാ തോന്നണത്. കുര്യാക്കോസിന് ശരിക്കും വട്ടായോ? എന്തേ? ഒന്നുമില്ല. ഇല്ലല്ലോ, എന്നാ അവിടെ നിന്നാ മതി കേട്ടോ. സാർ ഇത് കണ്ടോ, ഇന്നലെ രാത്രി 9 മണിക്ക് ആ ഫോട്ടോയുടെ നെഗറ്റീവും പ്രിന്റും എല്ലാം എടുത്തോണ്ട് പോയി. ആര്? സാറിന്റെ ഭാര്യ. ഭാര്യ? എന്ത് ഭാര്യ? ഇതാ സാർ ഇത് കണ്ടോ, എഴുതി ഒപ്പിട്ട് തന്നിരിക്കാം. ഹേമ നമ്പർ 1 ലവ് ഷോട്ട്. അതെ, സ്കൂൾ തുറക്കണ അഡ്ജസ്റ്റ്. അതെ, താൻ ഫോട്ടോ എടുക്കാൻ നടന്നാ മതി, കല്യാണ ബ്രോക്കർ ആവണ്ട. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. താനിവിടെ ഞാനിപ്പോ വരാം. എന്താ? ഒന്നും ചോദിക്കില്ല, അന്വേഷിക്കില്ല എന്നൊക്കെ സമ്മതിച്ചിരുന്നു, ശരിയാ. പക്ഷേ ഇപ്പൊ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ എടുത്ത ഫോട്ടോയുടെ നെഗറ്റീവ് പ്രിന്റ് എവിടെ? എന്തിനാ? എവിടെന്നാ ചോദിച്ചത്? എന്റെ കയ്യിലുണ്ട്, അതെനിക്ക് വേണം. എന്തിന്? നിങ്ങൾ എന്തിനാ അത് വാങ്ങാനായി രാവിലെ സ്റ്റുഡിയോയിലേക്ക് ഓടിയത്? അത് പറ. എനിക്ക് നിന്നെ പേടിയായതുകൊണ്ട്. അതൊരു തെളിവായ കയ്യിൽ വെച്ച് നീ എന്തെങ്കിലും ചെയ്ത് കളയുമെന്നുള്ള പേടിയുള്ളതുകൊണ്ട്. എനിക്കും അതേ പേടി തന്നെയാ. അവിവാഹിതയായി എന്നെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ അത് ഉപയോഗിക്കില്ല എന്ന് എനിക്കെന്താ ഉറപ്പ്? നിന്നെ കീഴ്പ്പെടുത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ? അത് ഞാൻ തരില്ല, എനിക്കത് വേണം. ഞാൻ സമ്മതിക്കില്ല. അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാനുള്ള ഒരു അവകാശവും നിനക്കില്ല. നിങ്ങൾക്ക് എന്താ പിന്നെ അവകാശം? ഏമേ, അധികം വർത്താനം പറയാതെ ആ ഫോട്ടോ ഇങ്ങെടുക്ക്. അത് ഞാൻ തരില്ല. വേണമെങ്കിൽ ഇവിടെ വെച്ച് എല്ലാം നിർത്താം, നിങ്ങളുടെ ഉടമ്പടി, കോൺട്രാക്ട് എല്ലാം. ഒരു ശക്തമായ തെളിവ് ഹേമയുടെ കയ്യിലിരിക്കുമ്പോ കുട്ടികളെ കൊണ്ട് ഞാൻ ഇറങ്ങി പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്കത് വേണം, ഞാനത് വാങ്ങും. തരില്ല എന്ന് പറഞ്ഞില്ലേ? അതിക്രൂരമായ നാടകങ്ങൾ നടത്തുന്ന നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല. യു ആർ എ ചീറ്റ്. വല്ലവന്റെയും ജീവിതത്തിനകത്ത് കയറി എന്തും ചെയ്യാൻ മടിക്കാത്ത നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. യു ആർ എ ഡബിൾ ചീറ്റ്. നിങ്ങൾക്കിപ്പോ ഫോട്ടോയും നെഗറ്റീവ് വേണം എന്ന് വിശ്വാസമില്ലാത്തോണ്ട് അത്രയല്ലേ ഉള്ളൂ? അതെ. എന്നാ ഞാൻ നിങ്ങളെ വിശ്വസിപ്പിച്ചു തരാം, ലജ്ജിപ്പിച്ചു തരാം, കാണിച്ചു തരട്ടെ. ഇതാ ഫോട്ടോ, ഇത് നെഗറ്റീവ്. സമാധാനമല്ലോ? എന്റെ അതിർവരമ്പുകളെ ഞാൻ ലംഘിക്കാറില്ല. ഹേമയുടെ അതിർവരമ്പുകളെ ഹേമയും ലംഘിക്കരുത്. ഇന്നലെ രാത്രി ഒരു കള്ളിയെ പോലെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോകൾ കൈവശപ്പെടുത്തി വെക്കുമ്പോൾ ന്യായമായും ആരും സംശയിച്ചു പോവും. അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല. ഏതായാലും സ്വന്തം ഇഷ്ടപ്രകാരം ആ ഫോട്ടോയും നെഗറ്റീവും കത്തിച്ചു കളഞ്ഞതിന് താങ്ക്സ്. കുട്ടികളെവിടെയെന്ന്? നിങ്ങളെ തോൽപ്പിക്കാനാണ് ഞാൻ ഇതൊക്കെ കത്തിച്ചു കളഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ ഭാവം കണ്ട എന്നെ അങ്ങ് തോൽപ്പിച്ച പോലാണല്ലോ. വലിയ സിദ്ധാന്തമൊക്കെ പറഞ്ഞു. ഇത് സിദ്ധാന്തമൊന്നുമല്ല, വെറും അന്വേഷണം മാത്രം. കുട്ടികളെവിടെ? അമ്മ കന്യാമണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്കു ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും ആരാ ആരെ കാണാമെന്ന? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഉടുപ്പും ഇത്തിട്ടിരിക്കുന്ന ഞാനും ദേ
ഈ നിമിഷത്തിന് വേണ്ടിയല്ലേ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന്. അയ്യോ, എന്താ പേര്? മെറ്റിൽഡ. ഓ, ആരാ ഈ പാട്ട് പഠിപ്പിച്ചു തന്നത്? പള്ളിയിലെ പാട്ട് കേട്ട് തനിയെ പഠിച്ചതാ. കുട്ടി തനിയേ ഉള്ളൂ? അമ്മച്ചിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ അമ്മച്ചിക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, ആ ആ പാട്ട് മുഴുവനും അറിയോ? കൊറേയൊക്കെ. എന്റെ അമ്മച്ചിക്ക് മുഴുവനും അറിയാം. വരുന്നോ? വിളിച്ച ഏ, ആ രണ്ടുപേരി ഒന്നുകൂടെ പാടുവോ? എനിക്ക് കേൾക്കാനാ. അമ്മ കന്യ. ഞാൻ ഒരുങ്ങ അമ്മച്ചി. ആ, ഏ? അയ്യോ, ആ ഇനിയാണ് താൻ തന്റെ കഴിവ് കാണിക്കേണ്ടത്. അത് ഞാൻ കാണിക്കും. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. അപ്പൊ ഉടനെ തന്നെ അവർ രണ്ടിനെ ഇവിടെ ചാടിക്കണം. ആരെ? ആ മദറിനെ, ആ ടീച്ചറിനെ. എന്തിന്? അവരിവിടെ നിന്ന പ്രശ്നമാണ്. അതുകൊണ്ട് താൻ ഉടനെ ഒന്ന് ഊട്ടിക്ക് പോകണം. അവിടെ സ്കൂൾ പാർലറിൽ ഭംഗിയുള്ള ഒരു പോർച്ചുഗീസ് ഷാൻഡലിയർ ഉണ്ട്. ജനൽ കമ്പി വിളച്ചകത്ത് കയറി ആരോ അത് മോട്ടിക്കാൻ ശ്രമിച്ചു എന്ന് താൻ അവിടെ നിന്ന് ഒരു ഫോൺ കാച്ചിയാൽ അവരിവിടെ നിന്ന് പാഞ്ഞോളും. മദർ മാത്രം പാഞ്ഞാ പോരെ? ആ ടീച്ചർ ഇവിടെ നിന്നോട്ടെ. ആ കുട്ടി പാവല്ലേ. അമ്മ കന്യ. മദർ ഒറ്റയ്ക്ക് പോവില്ലടോ, ടീച്ചറെയും കൊണ്ടേ പോകൂ. അതിന് ഞാൻ എന്തിനാ ഊട്ടിക്ക് പോണേ? ഇവിടെ ഇവിടുന്നെങ്കിലും ഫോൺ ചെയ്താ പോരെ? പോരാ, ഊട്ടിക്ക് പോകണം. തനിക്കറിയാലോ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യാറുള്ളൂ. ഊട്ടിന്ന് ഫോൺ ചെയ്യുക മാത്രമല്ല, അത് വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ താൻ അവതരിപ്പിക്കുകയും വേണം. അതിനെങ്ങനെയൊക്കെ പ്ലേ ചെയ്യണോ അങ്ങനെയൊക്കെ പ്ലേ ചെയ്യണം. മനസ്സിലായോ? ഒക്കെ മനസ്സിലായി. ആ. പക്ഷെ എനിക്കൊരു സംശയം. ഏ? ഞാൻ എന്തിനാ ജനിച്ചേ? ഏ? ഞാൻ എന്തിനാ ജനിച്ചെന്ന്? ഇതിനൊക്കെ തന്നെ താനല്ലാതെ ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ വേറൊരു സ്ഥാനാർത്ഥിയില്ല ഈ ഭൂലോകത്ത്. മനസ്സിലായോ? അല്ല, കുര്യാക്കോസ് എപ്പ എത്തി? ദേ വന്നു. എനിക്ക് വട്ടളകും. വട്ടളകിയാ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. അമ്മച്ചിക്ക് സുഖാണോ കുര്യാക്കോസെ? ഇന്നലെ വരെ സുഖമായിരുന്നു. ഇന്നത്തെ സുഖം അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് വിവരം പറയാം. ആ തൂണിന്റെ അവിടെ തന്നെ നിൽക്കില്ലേ? രാവിലെ വിളിച്ചപ്പോ ശിവരാമേട്ടൻ കുര്യാക്കോസ് വരുന്ന കാര്യമൊന്നും പറഞ്ഞേ ഇല്ല. ദേ ശിവരാമേട്ടന്റെ കാര്യമൊന്നും പറയണ്ട. ഏതായാലും സ്കൂൾ തുറക്കണ വരേ ഉള്ളൂ. മമ്മിയും ശിവരാമേട്ടനും ഫോട്ടോവും ഈ കണ്ണിറുക്കി കാണിക്കലൊക്കെ. വാ, തന്നെ ബസ് സ്റ്റാൻഡിൽ വിടാം. ആ, ഇതിനേക്കാളും ഭേദം ഊട്ടി തന്നെയാ. മിസ്റ്റർ വിജയഭാസ്കർ, ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് ചുറ്റാൻ കൊണ്ടുപോകണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ആർ യു റെഡി? ഡാഡി റെഡി. ഡാഡി റെഡി. താങ്ക് യു. മെറ്റിൽഡ. ഞാൻ റെഡി മദർ. മിസ്സസ് വിജയഭാസ്കർ, കമിങ് മദർ. കേറി മെറ്റിൽഡ. We are going out. Get in. ടീച്ചർ മെത്താര ചവിട്ടണേ. കുര്യാക്കോസെ, എന്ത്? ആ, ദേ, തുറക്ക്. oh, thank you gentlemen. You're so nice. അതെ, ഞാൻ എവിടെ കയറുക? കുര്യാക്കോസ് കാര്യം ചെയ്യും. ഒരു ഓട്ടോ പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കും. Stop. 1 minute please.